ശ്രീ വിനോദ്, നമ്മളിവിടെ യുദ്ധകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന സ്പൈറലിംഗ് എഫക്റ്റ് ചർച്ച ചെയ്യുമ്പോൾ നേർക്കുനേർ ബാധിക്കുന്ന കുറേയധികം നമ്മുടെ സഹോദരങ്ങൾ ഈ പറഞ്ഞ ഗൾഫ് മേഖലയിലൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പല ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് വരേണ്ടവർ കഷ്ടപ്പെടുകയാണ്. വ്യക്തിപരമായ അനുഭവത്തിൽ കൂടിയും ഒരു മെഡിക്കൽ ആവശ്യത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരാൾക്ക് വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ബാക്ക് ടു നോർമൽ എപ്പോൾ എന്നിപ്പോഴും ഒരു ധാരണയില്ല. അതിനിടയ്ക്കാണ് ഇന്നലെ ജർമ്മനിക്ക് ഒരു വൺ സേ ടിക്കറ്റിന് 9 ലക്ഷം രൂപ എന്ന നിലയ്ക്ക് ഈ ദുരിതകാലത്തുള്ള മുട്ടം കൊള്ളയും. ശ്രീ വിനോദ്. ഹഷ്മി, തീർച്ചയായിട്ടും ടൂറിസം മേഖലയിൽ ഇതൊരു അപ്രതീക്ഷിതമായ ഈ യുദ്ധം ശരിക്കും അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം. നോക്കൂ, ഇവിടെ ആകെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഇവരുടെ വിസ എക്സ്റ്റൻഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ടെടുത്തത്. ആ സ്റ്റെപ്പ് തന്നെ അവർ ചെയ്തിരിക്കുന്നത് FROയുടെ ഓഫീസിൽ പോയിട്ട് അവിടെ പോയി പുതിയ വിസ എക്സ്റ്റൻഷൻ എടുക്കാനായി അപേക്ഷ കൊടുത്ത് ആ അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്നാൽ നോക്കൂ, വളരെ സിമ്പിളായി ഈ ആരൊക്കെയാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത്, ആരൊക്കെയാണ് പോകേണ്ടത്, ഇതിൻ്റെ എല്ലാ ലിസ്റ്റുകളും യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഈ എയർപോർട്ട് അതോറിറ്റികളുടെ ഒക്കെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അത് അവരുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ ചെയ്യാതെ ഇവരെ എല്ലാവരെയും തള്ളി FROയുടെ ഓഫീസിലേക്ക് പോവുക എന്ന് പറയുന്ന ആദ്യത്തെ കുറ്റകരമായ അനാസ്ഥയാണ്. അതാണ് ഒന്നാമത്തേത്. 2, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ, എത്രമാത്രം ആളുകളാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്ന്, എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത് എന്ന് കണക്ക് ഈ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഉള്ള ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇവിടുത്തെ ടൂറിസം വകുപ്പ് അന്വേഷിക്കുന്നുണ്ടോ എത്ര ആളുകളാണ് ഈ പോകാൻ കഴിയാതെ ഇവിടെ കുടുങ്ങിപ്പോയിട്ടുള്ളത്? അവരെല്ലാം നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യമാണ് എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആർക്കും കൺട്രോൾ ഇല്ലാത്ത തരത്തിൽ ആണ് ഈ യുദ്ധം പുറപ്പെട്ടത് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും അവരോടൊന്ന് സംസാരിക്കാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചെയ്യേണ്ട ഈ സംവിധാനങ്ങൾ നമുക്ക് ഇല്ലാതെ പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.